ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്നാക്കാണിത്. പിന്നെ നമ്മളുടെ ഗിവവേയുടെ കാര്യം ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം പോയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഗിവവേയുടെ അനൗൺസ്മെൻറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു 3 നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഒരുപാട് പഴുപ്പ് കൂടിയിട്ടുള്ള പഴം എടുക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഒരു മീഡിയം പഴുപ്പായിട്ടുള്ള പഴമാണ്. അല്ലെങ്കിൽ നമ്മൾ ഉന്നക്കായക്കൊക്കെ എടുക്കില്ല, ആ ഒരു പഴുപ്പിലുള്ള പഴം എടുത്താലും മതി. ഈ ഒരു പഴുപ്പായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിത് വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുത്താലും മതി. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വേവ് കൂടി പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. അതായത് ഇതുപോലെ തൊലി ഒന്നിങ്ങനെ പൊട്ടി വന്നാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഇതിൻ്റെ വേവായിട്ടുണ്ടാവും. ഇതിൽ കൂടുതലായിട്ട് വെന്ത് പോകരുത്, വെന്ത് അലിഞ്ഞു പോകരുത് കേട്ടോ. ഇത് മതി. പിന്നെ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു അരിപ്പയിലേക്ക് ഇത് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പഴുക്കാത്ത പഴമാണെങ്കിൽ, അതായത് നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ എടുക്കുന്ന ആ ഒരു ടൈപ്പ് പഴമാണെങ്കിൽ കുറച്ചും കൂടെ സമയം വേവിച്ചെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ വേവ് കൂടി പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു പഴുപ്പിലുള്ള പഴമൊക്കെ ആണെങ്കിൽ, ഒരു മീഡിയം പഴുപ്പിലുള്ള പഴമൊക്കെ ആണെങ്കിൽ നമ്മൾ വേവ് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനിവിടെ 3 പഴവും തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഞാനിവിടെ ഇതുപോലൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ ഉടച്ചെടുക്കുന്നത്. നല്ല ചൂടുണ്ട് ഇപ്പോൾ. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മളിവിടെ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചും. അധികം പഴുക്കാത്ത പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ പഞ്ചസാര വേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ഒരു പഴുത്ത പഴമാണ്. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്കൊരു 1/4 കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പഴം കുറച്ച് പഴുത്ത പഴമായതുകൊണ്ട് നമുക്ക് ഷേപ്പ് ആക്കാൻ പറ്റില്ല കയ്യിലെടുത്തിട്ട്. അപ്പോൾ ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കൂടുതൽ പഴുക്കാത്ത പഴമാണെങ്കിൽ ഈ ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കേണ്ട. ഇതിപ്പോൾ നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ആക്കാൻ പറ്റണം, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊരു മീഡിയം പഴുപ്പായിട്ടുള്ള പഴമായതുകൊണ്ട് കുറച്ചൊരു അലിഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബ്രെഡ് ക്രംസ് ആവശ്യത്തിന് ചേർത്തിട്ട് ഇതൊന്ന് ടൈറ്റാക്കി എടുക്കുക. അതായത് നമുക്ക് എടുത്തിട്ട് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു വിധത്തിലാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഷേപ്പ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ബ്രെഡ് ക്രംസൊക്കെ ചേർത്ത് ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് പാകത്തിലൊരു ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലും കൂടുതലായിട്ട് ലൂസാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസൊക്കെ ചേർത്ത് കൊടുത്ത് ഇപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ഷേപ്പ് ആക്കിയാൽ മതി. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടെ ചെയ്ത് വെക്കണം. ഞാനിവിടെ ഒരു ബൗളിൽ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടുതൽ കട്ടിയിലും വേണ്ട, എന്നൊരുപാട് വെള്ളമായിട്ടും വേണ്ട. അപ്പോൾ ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ലൂസിൽ കലക്കിയെടുക്കുക കേട്ടോ. നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ചെറുതായിട്ടൊരു കോട്ടിങ് മതി. ഒരുപാട് കട്ടിയും വേണ്ട, എന്നാൽ ഒരുപാട് വെള്ളം പോലെയും വേണ്ട. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ കട്ട്ലറ്റിനൊക്കെ ഷേപ്പാക്കി എടുക്കുന്നത് പോലെ ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മൈദ മിക്സിൽ ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം.
അപ്പോൾ അതാ മുഴുവനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ വേവാനൊന്നുമില്ല. നമ്മൾ കട്ട്ലറ്റൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ പെട്ടെന്ന് പൊരിച്ചെടുക്കാം. ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ പുറം ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്വീറ്റ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കുട്ടികൾക്കൊക്കെ ഇതെന്തായാലും ഇഷ്ടമാവും. അപ്പോൾ പുറമേ നല്ല ക്രഞ്ചി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്